അശ്വിന് വേണ്ടി ശ്രുതി ചെയ്യുന്ന കാര്യമൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിലാണ് ശ്യാമ. എന്തായാലും അശ്വിന്റെ അമ്മ നേർന്ന ഈ വഴിപാട് തുലാഭാര വഴിപാട് നടത്തരുത് എന്നായിരിക്കും ശ്യാമിന്റെ മനസ്സിൽ. എങ്ങനെയൊക്കെ പഴങ്ങളും സാധനങ്ങളും വെച്ചിട്ടും തുലാഭാര തട്ട് താഴാത്തതുകൊണ്ട് തിരുമേനി പറഞ്ഞതുപോലെ 3 മൺകുടങ്ങളില് ധാന്യങ്ങൾ നിറച്ച് അത് തലയിലേറ്റി പ്രദക്ഷിണം വെച്ച് വരണം. എന്നിട്ട് അത് തുലാഭാരത്തട്ടിൽ വെച്ചാല് ദേവി കണ്ണു തുറക്കും, തുലാഭാരത്തട്ട് താഴുമെന്ന് തിരുമേനി പറയുന്നു. അതിൽ പ്രകാരം നമ്മുടെ ശ്രുതി അതും വെച്ച് നടക്കുന്നു. എന്നാ എങ്ങനെയെങ്കിലും ആ കുടത്തിലിരിക്കുന്ന ആ ധാന്യങ്ങളെല്ലാം നിലത്തു പോകണം എന്നുള്ളത് കൊണ്ട് അതെങ്ങനെയെങ്കിലും മുടക്കാനായിട്ട് വഴിയിൽ മുള്ളും മുളകുപൊടിയും മൺകുടം എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് 2 കുട്ടികളെയും ഒക്കെ ഏർപ്പാടാക്കുവാണ്. അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ ശ്രുതി അശ്വിന്റെ ആ ഒരു തുലാഭാരത്തട്ടിനെടുത്ത് വരുന്നുണ്ട്. അതെല്ലാം അതിൽ വെക്കുന്നുണ്ട്. എന്നാലും തട്ട് താഴുന്നുണ്ടായിരിക്കില്ല. അപ്പോഴായിരിക്കും ശ്രുതിയുടെ കാലിൽ നിന്ന് ചോര വരുന്ന കാര്യം മുത്തശ്ശി കാണുന്നുണ്ട്. എന്താ മോളെ, കാലിന് എന്താ പറ്റിയേ? ചോര വരുന്നുണ്ടല്ലോ. അത് വഴിയില് അതൊന്നുമല്ല, വഴിയില് മുള്ളുണ്ടായിരുന്നു, അതില് മോള് ചവിട്ടി. നടവഴിയില് കുങ്കുമം ഉണ്ടായിരുന്നു, മോളാണെങ്കില് അതില് കാല് വെച്ചപ്പോ വല്ലാതെ കരയും ചെയ്തു എന്നൊക്കെ രാധ പറയുന്നു. ഇത് കേട്ടാണെങ്കില് അശ്വിന് വലിയ സങ്കടമായിരിക്കും. തനിക്ക് വേണ്ടിയല്ലേ ഇത്രയും കാര്യങ്ങള് ശ്രുതി ചെയ്യുന്നതേ എന്ന് ഓർത്ത് വല്ലാത്ത സങ്കടത്തിലാണ് അശ്വിൻ ശ്രുതിയെ നോക്കുന്നത്. ശ്രുതിയും അശ്വിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, ഇനി കാലിന് എന്തെങ്കിലും മരുന്ന് തേക്ക്, അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ആവും. വേണ്ട, മരുന്നൊന്നും തേക്കണ്ട, ആദ്യം ഈ വഴിപാട് കഴിയട്ടെ എന്നിട്ട് മതി. പറ്റില്ല, ആദ്യം പോയിട്ട് കാലിന് മരുന്ന് തേക്ക്. ശ്രുതിക്ക് മരുന്ന് തേച്ചു കൊടുക്കാനായിട്ട് അശ്വിൻ എണീക്കാൻ നിൽക്കുവാണ്. നീ എണീക്കല്ലേ, നീ അവിടെ തന്നെ ഇരിക്ക് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ പ്രീതി വേഗം പോയി മരുന്നെല്ലാം എടുത്ത് തേച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേദനയോട് കൂടിയായിരിക്കും ശ്രുതി ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ശ്രുതിയോടൊരു പ്രത്യേക സ്നേഹമൊക്കെ അശ്വിന് തോന്നിത്തുടങ്ങുവാണ്. പിന്നീട് ശ്യാമിന്റെ ചെവിയിൽ മനോരമ പറയുന്നുണ്ട്, എന്താടാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? കണ്ടോ, അവനും അവളും തമ്മിൽ നോക്കുന്നത് കണ്ടോ നീ എന്നൊക്കെ ശ്യാമിനിങ്ങനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആൻറ്റി, അതിന് വഴിപാട് നടന്നില്ലല്ലോ, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശ്യാം പറയുന്നു. പിന്നീടായിട്ട് ഇനി എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് തിരുമേനിയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. തിരുമേനി, ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ ദേവിക്ക് തൃപ്തിയാവാത്തത്? എൻ്റെ മോളുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ വഴിപാട് നടത്താനായിട്ട്. ഇനി ഇത് നടത്താൻ പറ്റില്ലേ? നടത്താൻ പറ്റായൊന്നുമില്ല. ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഈ കുട്ടിയുടെ ദേഹത്ത് കിടക്കുന്ന എല്ലാ ആഭരണങ്ങളും തട്ടിൽ ഊരി വയ്ക്കുക. ഇത് കേൾക്കുന്നതും ശ്രുതി വളയും കമ്മലും മാലയും എന്ന് വേണ്ടതെല്ലാം ആ തട്ടിൽ ഊരി വയ്ക്കുന്നു. എന്നിട്ടും ആ തട്ട് താഴുന്നില്ല. അശ്വിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുമായിരിക്കും. ഇനിയിപ്പോ ഇത് കൂടുതൽ ഒരു മാർഗവുമില്ല എന്ന് തിരുമേനി പറയുന്നു. ഇത് കേട്ട് ശ്രുതി ദേവിയുടെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നേ? അശ്വിൻ സാറിൻ്റെ അമ്മ വഴിപാട് ചെയ്തതല്ലേ ഇത്? ദേവി, ഇനിയും പരീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ 3 കുടവും തലയിൽ ചുമന്ന് വരുന്ന വഴിയിൽ ഒരു സ്വാമി പറഞ്ഞത് ശ്രുതിയുടെ മനസ്സിലോട്ട് വരുന്നത്. തുലാഭാരത്തട്ടില് ഇനി എന്തൊക്കെ വെച്ചാലും ഭർത്താവിന്റെ മനസ്സിലുള്ള ഭാര്യയോടുള്ള കളങ്കം മാറാതെ ഒരിക്കലും ആ തട്ട് താഴില്ല. അപ്പോ അശ്വിൻ സാറ് എന്നെ സംശയിക്കുന്ന കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദേവി? അങ്ങനെയാണെങ്കിൽ ഈ താലി എൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലമല്ലേ അശ്വിൻ സാറിൻ്റെ ഭർത്താവും ഞാൻ അശ്വിൻ സാറിൻ്റെ ഭാര്യയാവുള്ളൂ. അതുകൊണ്ട് ഈ താലി ഞാൻ ഊരാം. അതാ തട്ടിൽ വെച്ചാലെങ്കിലും ദേവിയുടെ കണ്ണ് തുറക്കണേ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കഴുത്തിൽ നിന്ന് താലി പുറത്തോട്ട് എടുക്കുന്നുണ്ട്. ഇത് കാണുന്നതും മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ, വഴിപാട് നടന്നില്ലെങ്കിലും മോൾ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. അല്ല മുത്തശ്ശി, ഇതെനിക്ക് ചെയ്തേ പറ്റൂ. മോളെ, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഇത് താലിയാ, അത്രയും പരിശുദ്ധിയോടുകൂടി കൊണ്ട് നടക്കേണ്ടതല്ലേ. മോൾ എന്തായാലും ഇത് ചെയ്യല്ലേ. ഇത് കേട്ട് അശ്വിനും പറയുന്നുണ്ട്, ശ്രുതി, നീ അതും ഇതൊന്നും ചെയ്യാൻ നിൽക്കല്ലേ, അതൊന്നും വേണ്ട. ഇല്ല, ഞാനിത് ചെയ്യും. ഇത് അമ്മയുടെ ആഗ്രഹ, അത് ഞാൻ നടത്തിയിരിക്കും. അതെൻ്റെ താലി ഊരി വെച്ചിട്ടാണെങ്കിലും ഞാനിത് നടത്തും. ശ്യാമേ, എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യം നടക്കുന്നുണ്ട്. അതെ ആൻറ്റി, അവൾ ആ താലി ഊരി അതിൽ വെച്ച അതിലും വലിയ സന്തോഷം എനിക്ക് വേറെ എന്താ ഉള്ളേ എന്ന് ശ്യാമും പറയുന്നു. പ്രീതിയായാലും ഒരുപാട് തവണ ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ, നീ അബദ്ധം കാണിക്കല്ലേ, അതൊന്നും ചെയ്യല്ലേ. എന്നാ മുത്തശ്ശി പറയുന്നുണ്ട് തിരുമേനിയുടെ അടുത്ത്,
തിരുമേനി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന്. അത് ആ കുട്ടിയും ദേവിയും തമ്മിലുള്ള കാര്യങ്ങളാ, അത് അവരങ്ങ് തീർക്കട്ടെ എന്നായിരിക്കും തിരുമേനി പറയുന്നത്. താലിയുടെ കൂട്ടത്തില് ഒരു കൃഷ്ണ ലോക്കറ്റും നമ്മുടെ ശ്രുതി ധരിച്ചു കാണും. ശ്രുതി എല്ലാവരെയും എതിർത്ത് ആ താലി കഴുത്തിൽ നിന്നങ്ങ് ഊരാൻ നിൽക്കുവാണ്. ഊരുന്ന സമയത്ത് ആ താലിയിലുള്ള കൃഷ്ണ ലോക്കറ്റ് ആ ഒരു തുലാഭാര തട്ടിലോട്ട് വീഴുവാണ്. അപ്പോഴേക്കും തട്ട് തുല്യമായിട്ട് നിൽക്കുകയാണ്. ഇത് കാണുന്ന ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ താലി ഊരല്ലേ, തട്ട് തുല്യമായി. ഇത് കണ്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും, അവിടെ നിന്ന് തിരുമേനിക്ക് വരെ. ശ്രുതി ആ തട്ടില് ആ ലോക്കറ്റ് ഇരിക്കുന്ന കാണുന്നുണ്ട്. നിറകണ്ണുകളോടുകൂടി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ കഴുത്തിൽ കിടന്ന ആ ലോക്കറ്റ് ആ തുലാഭാര തട്ടിലോട്ട് വീണോണ്ടാ ഇത് തുല്യമായിട്ട് നിന്നേ. എന്തായാലും മോളെ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ സുഭദ്രയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ തുലഭാരം നടത്തണമെന്ന്. എന്തായാലും മോളത് സാധിച്ചു കൊടുത്തല്ലോ. എന്തോ ഒരു അത്ഭുതം പോലെയാ എനിക്ക് തോന്നുന്നേ. ഈ ഒരു വഴിപാട് നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. ഇത് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് മനോരമയും ശ്യാമും ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് ശ്രുതിയുടെ മുഖത്തോട് തന്നെ നോക്കി നിൽക്കുന്നത്. പിന്നീട് അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ശ്യാമിന് ഉറക്കം പോലും വരുന്നുണ്ടായിരിക്കില്ല. മനോരമയെ പുറത്തോട്ട് വിളിക്കുന്നുണ്ട് ശ്യാമ്. എന്താ ആൻറ്റിക്ക് എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നേ? അതെന്താണെന്ന് അറിയില്ലടാ, എനിക്ക് നല്ല സന്തോഷമുള്ള സമയത്ത് ഉറക്കം വരില്ല. എന്നാ വല്ല ദേഷ്യമോ സങ്കടമൊക്കെ ഉള്ള സമയത്ത് എനിക്ക് വേഗം ഉറക്കവും വരും. കൊള്ളാം, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആൻറ്റി, ഇന്ന് അവിടെ നടന്നതൊക്കെ ഓർത്തിട്ടേ എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെയാടാ എനിക്കും. എന്ത് ചെയ്യാനാ? എന്നാലും നീ എന്തൊക്കെ വഴി നോക്കി, അതിലൊന്നും അവള് വീണില്ലല്ലോ. അവളെല്ലാം തരണം ചെയ്ത് ആ വഴിപാട് നടത്തിയില്ലേ? ആൻറ്റി, എൻ്റെ പേടി എന്താണെന്നറിയോ? ഇപ്പോൾ അവളോട് കൂടുതൽ സ്നേഹം തോന്നി തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. അശ്വിൻ്റെ പെരുമാറ്റവും അശ്വിൻ്റെ നോട്ടവും ഒക്കെ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. പറയാൻ പറ്റില്ലടാ, ചിലപ്പോ അവളെ അങ്ങ് സ്നേഹിക്കാനും വഴിയുണ്ട്. ഇപ്പോൾ ആണെങ്കിലേ അവന് വേണ്ടി അവൾ എന്തൊക്കെയാ ചെയ്തത്? ഈ സാഹചര്യത്തിൽ ചിലപ്പോ അവളോട് സ്നേഹം കാണിച്ചെന്നും അവളോടെല്ലാം മറന്ന് ഭാര്യയെ പോലെ സ്വീകരിച്ചെന്നൊക്കെ വരും. ആൻറ്റി, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്തായാലും അവനും അവളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവണം. അവൻ്റെ മനസ്സിലെ സംശയങ്ങളെ കൂടി വരണം. അതിനുള്ളൊരു വഴി എൻ്റെ മനസ്സിലുണ്ട്. എന്താടാ നിന്റെ പുതിയ പ്ലാൻ എന്താ? ഒന്ന് കേൾക്കട്ടെ. അങ്ങനെ മനോരമയോട് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. പൊങ്കലായിട്ട് ശ്രുതിക്ക് ഒരുപാട് ഓർഡറൊക്കെ കിട്ടിക്കാണും. അങ്ങനെ ഇരിക്കുകയാണ് ശ്രുതിക്കൊരു ഫോൺ കോള് വരുന്നത്. അത് ശ്യാമായിരിക്കും. ശ്യാമും മനോരമയും ചേർന്നാണ് ശ്രുതിക്ക് വിളിക്കുന്നത്. ശ്യാം ഒരു പെണ്ണിൻ്റെ വോയിസിലാണ് സംസാരിക്കുന്നത്. ശ്രുതിയല്ലേ, എനിക്ക് കുറച്ച് ഓർഡർ തരാനായിരുന്നു. പൊങ്കലിന് എൻ്റെ സ്റ്റാഫുകൾക്കെല്ലാം സാരി കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാ. എനിക്കൊരു 19 സ്റ്റാഫുണ്ട്, അവർക്കെല്ലാം സാരി കൊടുക്കണം. നിങ്ങളുടെ വെബ്സൈറ്റ് ഞാൻ കണ്ടു, അതിൽ ഒരുപാട് നല്ല കളക്ഷനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ആ മാഡം പറയൂ, എന്നേക്കാ വേണ്ടത്? പൊങ്കലിന് ഒരു 2 ദിവസം മുൻപെയാ എനിക്ക് സാരിയൊക്കെ വേണ്ടത്. അത് നമുക്ക് റെഡിയാക്കാം. എന്നാൽ എനിക്കിത് കാണണമായിരുന്നു. മാഡം ഷോപ്പിലോട്ട് വന്നാൽ മതി, ഞാനിവിടെ ഉണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര മുട്ടുവേദനയാ, അതുകൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇന്നാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്. ഇന്നെന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. അല്ല മാഡം, ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്തായാലും ഇന്ന് വരണ്ട, നാളെ രാവിലെ ഞാൻ പറയുമ്പോൾ വീട്ടിലോട്ട് വന്നാൽ മതി. അഡ്രസ്സെല്ലാം ഞാൻ സെൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ വലിയ ഓർഡറാണെന്നൊക്കെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും പൊങ്കലിന് നമുക്ക് നല്ല സെയിലാ വന്നോണ്ടിരിക്കുന്നേ, വലിയൊരു ഓർഡറാ. ശ്യാമേ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവൾ എന്തായാലും നാളെ അങ്ങോട്ട് വരും. നിന്റെ പ്ലാൻ നടന്നാലേ ശ്രുതിക്ക് അവൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല, അതുറപ്പാ. അതിനു വേണ്ടിയല്ല ആൻറ്റി ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. ശ്രുതി എൻ്റെ പെണ്ണാ, അവളെ ഞാൻ സ്വന്തമാക്കും.